ഹലോ. അപ്പോൾ മിസ് ഇന്ന് വന്നിരിക്കുന്നത് വീണ്ടും അടുത്ത സെക്ഷൻ ആയിട്ടാണ്. ഈ ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യം ഇല്ല അല്ലേ? ഓക്കെ, നമുക്ക് നേരെ തന്നെ സെക്ഷൻ സിയിലോട്ട് പോയാലോടാ. ആകെ മൂന്ന് ക്വസ്റ്റ്യൻസ് ഉള്ളൂ. ഞാനപ്പോൾ കൂടുതൽ ഇനി പറയുന്നൊന്നുമില്ല, നേരെ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. 13ാമത്തെ ക്വസ്റ്റ്യൻ മുതൽ 13, 14, 15 സെക്ഷൻ സിയിൽ ഈ 3 പേരേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേക്കാം. ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, എ എന്ന് പറയുന്ന പോയിന്റ് തന്നിട്ടുണ്ട്, ബി എന്ന് പറയുന്ന പോയിന്റ് തന്നിട്ടുണ്ട്. എ ബിയുടെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാം, മധ്യബിന്ദു കണ്ടുപിടിക്കാം. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് എ എന്ന് പറയുന്ന പോയിന്റ് 1, 2 ആൻഡ് ബി എന്ന് പറയുന്ന പോയിന്റ് 9, 10. ഇവൻ്റെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് എന്താണ് ഇക്വേഷൻ? മിഡ് പോയിന്റ് മധ്യബിന്ദു ഈസ് ഈക്വൽ ടു മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ x1 പ്ലസ് x2/2 ആൻഡ് y1 പ്ലസ് y2/2. ഇതാണ് നമ്മുടെ മിഡ് പോയിന്റിൻ്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ ഒരു പോയിന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ അവിടെ x1ഉം y1ഉം x2, y2 ഒന്ന് അടയാളപ്പെടുത്താൻ പറയാറുണ്ട്. കാരണം വേറെ ഒന്നുമല്ല, എടുത്ത് എഴുതുമ്പോൾ മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ x1 പ്ലസ് x2/2. x1 എന്ന് പറയുന്നത് എത്രയാണ്? 1 പ്ലസ് 9/2. അതുപോലെ തന്നെ 2 പ്ലസ് 10/2. കണ്ടോ, നമ്മൾ ഓൾറെഡി എഴുതിയതുകൊണ്ട് നേരെ എടുത്ത് എഴുതിയാൽ മതിയായിരുന്നു. ദാറ്റ് ഈസ് 10/2ഉം 12/2. എത്ര വന്നു? 5/6. പെട്ടെന്ന് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ആയി. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കുക. റേഷ്യോൻ്റെ ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് എ ബിയെ പി എന്ന് പറയുന്ന ഒരു പോയിന്റ് 1:3 എന്ന് പറയുന്ന അംശബന്ധത്തിൽ മുറിച്ചാൽ ആ പി എന്ന് പറയുന്ന ബിന്ദു പോയിന്റ് എത്രയാണ്? കോർഡിനേറ്റ് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒരു ലൈൻ ഒന്ന് വെറുതെ വരക്കുന്നുണ്ട്. എ എന്ന് പറയുന്ന പോയിന്റ് എത്രയായിരുന്നടാ? 1, 2 ആൻഡ് ബി എന്ന് പറയുന്ന പോയിന്റ് 9, 10. ഓക്കെ, ബി എന്ന് പറയുന്ന പോയിന്റ് 9, 10. ഇവിടെ പി എന്ന് പറയുന്ന ആള് 1:3 എന്ന് പറയുന്ന അംശബന്ധത്തിലാണ് മുറിക്കുന്നത്. ഓക്കെ അല്ലേ? ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് mh2 + nh1 / n+n എന്ന് പറയുന്ന ഇക്വേഷനിൽ ചെയ്യാം. മനസ്സിലായില്ലേ? അതെ, നമ്മുടെ ഇക്വേഷൻ മെത്തേഡിൽ ചെയ്യാം. എല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വർഷം ഇക്വേഷൻസ് അതിൽ പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്ക് മെത്തേഡിൽ തന്നെയാണ് ചെയ്തു പോകുന്നത്. അതായത് എക്സ് ഇൻക്രീസ് ചെയ്തു, വൈ എത്ര ഇൻക്രീസ് ചെയ്തു, ഡിക്രീസ് ചെയ്തു എന്ന് പറഞ്ഞ് ചെയ്യാറില്ലേ? ആ ഒരു മെത്തേഡാണ് കേട്ടോ മിസ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇക്വേഷൻ വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാലും ആൻസർ നമുക്ക് കറക്റ്റ് ചെയ്താൽ കറക്റ്റായിട്ട് തന്നെ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പി എന്ന് പറയുന്ന പോയിന്റ് നമുക്ക് അറിയില്ല, XY എന്ന് കൊടുത്തു. ഈ XY ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എ എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ്, 5 സ്റ്റെപ്പാണ് ഇവിടെ ഉള്ളത്. എക്സ് എന്ന് പറയുന്നത് 1 ഉണ്ടായിരുന്നു. 1 എന്ന് പറയുന്നത് എത്രയായി? 9 ആയി. 8 ഇൻക്രീസ് ആയി. നെക്സ്റ്റ് വൺ വൈ എന്ന് പറയുന്നത് 2 ഉണ്ടായിരുന്നു. 2 എന്നുള്ളത് എത്രയായി? 10 ആയി. അവിടെയും 8 ഇൻക്രീസ് ആയി. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പോൾ ഇൻക്രീസും ഡിക്രീസൊക്കെ നമ്മൾ നോക്കി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എ പി എന്ന് പറയുന്നത് ടോട്ടൽ എ ബിയുടെ എത്ര ഭാഗമാണ്? എ മുതൽ പി വരെയും 1 ആണ്. 1 / ഈ ടോട്ടൽ എ ബി എന്ന് പറഞ്ഞാൽ 1 + 3 4 ആണ്. അതായത് എല്ലാവരും നോക്കിക്കേ, ഈ എ ബിനെ 4 ആയിട്ട് ഭാഗിച്ചാൽ അതിൽ ഒരു ഭാഗമാണ് എ പി, ബാക്കി 3 ഭാഗം പി മുതൽ ബി വരെയാണ്. അത്ര ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ. ഇത് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എക്സ് കൂട്ടേണ്ടത് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. സിമ്പിൾ. ഈ 8 ഇല്ലേടാ, 8 ഇൻറ്റു ഇപ്പോൾ കിട്ടിയ ഫ്രാക്ഷൻ 1/4 വെട്ടിക്കളയുമ്പോൾ 2. ഇവിടെ ഇൻക്രീസ് ആണ് വന്നിരിക്കുന്നത്, കൂട്ടണം. ഇനി അടുത്തത് വൈ നോക്കാം. സെയിം പരിപാടി. വൈ എന്ന് പറയുന്നത് 8 തന്നെയാണ് ഇൻക്രീസ് ആയിരിക്കുന്നത്. ഇൻറ്റു സെയിം ഫ്രാക്ഷൻ. ഇവനെയും വെട്ടിക്കളയുമ്പോൾ വൈയും കൂട്ടാണ് ചെയ്യേണ്ടത്, കൂട്ടുന്നു. നമുക്ക് നേരെ 2 പേരും എ എന്ന് പറയുന്ന പോയിന്റ് എത്രയായിരുന്നു? 1, 2 അല്ലേ? 1ൻ്റെ കൂടെ എക്സിൻ്റെ കൂടെ 2 കൂട്ടണം. വൈ 2 ആണ്, വൈയുടെ കൂടെയും ഈ 2 കൂട്ടണം. ആൻസർ ഈസ് 3/4. സിമ്പിൾ. കുഴപ്പമില്ലല്ലോ, വലിയ പ്രശ്നമില്ല. ഇത് ഓൾറെഡി നമ്മൾ ചെയ്ത് പഠിച്ചൊരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് അത്യാവശ്യം നന്നായിട്ട് തന്നെ കിട്ടിയെന്ന് തോന്നുന്നു. ഇക്വേഷൻ വെച്ചിട്ട് ചെയ്താലും നമുക്ക് ഫൈനൽ ആൻസർ 3, 4 എന്ന് പറയുന്ന പോയിന്റ് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഉത്തരം സെറ്റാണ്. ഇനി അടുത്ത ചോദ്യം, ഡ്രോ എക്സ് ആൻഡ് വൈ ആക്സസ്. ഓക്കെ, എക്സും വൈയും വരച്ചിട്ട് എയും ബിയും സിയും ഡിയും മാർക്ക് ചെയ്യാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എക്സും വൈയും വരച്ചേക്കാം നമുക്ക്. എക്സ് വൈ വരക്കാൻ ഓക്കെ, ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് ഫ്രീ ഹാൻഡ് ആയിട്ട് വരക്കാം കേട്ടോ. എക്സ് വൈ 0, 1, 2, 3, 4, 5, 6. ഓക്കെ, ഇവിടെ 1, 2, 3, 4. ഇവിടെ മൈനസ് വന്നിട്ടുണ്ട്. -1, -2, -1. ഓക്കെ, മതി. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ പോയിന്റ്സ് അടയാളപ്പെടുത്തുക. -2, 1, -2, 0. വൈ 0 ആണെങ്കിൽ അത് എക്സ് ആക്സിസിലായിരിക്കും. എക്സ് ആക്സിസിൽ -2ൻ്റെ അവിടെയാണ് എ എന്ന് പറയുന്ന ബിന്ദു വന്നിരിക്കുന്നത്. -2, 0. ഇനി അടുത്തത് 4, 0.
y എന്ന് പറയുന്നത് 0 ആവണമെങ്കിൽ അത് ഏത് ആക്സിസിലായിരിക്കും? എക്സിലായിരിക്കണം. എക്സിൽ 4 വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ബി വന്നിരിക്കുന്നത് 4 0. നെക്സ്റ്റ് വൺ 6 4, അതായത് 6 ഇവിടെയാണ് വന്നിരിക്കുന്നത്. എക്സ് 4 എന്ന് പറയുന്നത് ഇവിടെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നേരെ അവിടെയാണ് നമ്മുടെ പോയിന്റ് വരിക. ഏത് പോയിന്റ്? സി, 6 4. ഇനി അടുത്തത് 0 4. എക്സ് 0 ആവണമെങ്കിൽ അത് വൈ ആക്സിസിലെ പോയിന്റ് ആയിരിക്കണം. വൈ ആക്സിസിൽ 0 4. ഈ 4 പോയിന്റ്സും കണ്ടുപിടിച്ചു. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മാർക്ക് ചെയ്തു. വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദിസ് പാരലലോഗ്രാം? ഇവരെല്ലാവരെയും ജോയിൻ ചെയ്യുമ്പോൾ എനിക്കൊരു പാരലലോഗ്രാം കിട്ടും. അതായത് എ ബി സി ഡി ജോയിൻ ചെയ്തപ്പോൾ എനിക്കൊരു സമാന്തരികം കിട്ടിയല്ലേ. ഓക്കെ, ഇവൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. നമുക്കറിയാം ഇക്വേഷൻ എന്ന് പറയുന്നത് പരപ്പളവിൻ്റെ ഇക്വേഷൻ ഏരിയ ഓഫ് എന്താണ് പാരലലോഗ്രാം ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. ബേസ് നമുക്ക് എങ്ങനെ ഡിസ്റ്റൻസിൻ്റെ ഫോർമുല യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസിൻ്റെ ആവശ്യമില്ല. നമുക്കിവിടെ വെറുതെ ഒന്ന് എണ്ണി നോക്കിയാൽ കിട്ടുമല്ലോ. 1 അല്ലെ, എ മുതൽ ബി വരെയാണ് ഇവൻ്റെ ബേസ് വന്നിരിക്കുന്നത്. 1 2 3 4 5 6 6 ബേസ്. ഇൻറ്റു ഇവൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ ഹൈറ്റ്. എത്രയാടാ? 4. 6 × 4 24. ആൻസറായി, അത്രേ ഉള്ളൂ. 24 യൂണിറ്റ് സ്ക്വയർ കേട്ടോ. ഏരിയ ആയതുകൊണ്ട് യൂണിറ്റ് സ്ക്വയർ ഇടണം. ഓക്കെ, സെറ്റാണല്ലോ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, പ്രതീക്ഷിച്ച ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു. അതായത് ഒരു പോയിന്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് സെക്ഷൻ എയുടെ അല്ലേ. ഓക്കെ, സെക്ഷൻ എ ആണ്. എ എന്ന് പറയുന്ന പോയിന്റ് അല്ല കേട്ടോ. ഓക്കെ, -1 1 2 7 എന്ന് പറയുന്ന ഒരു പോയിന്റ്, 2 പോയിന്റ്സ് തന്നിട്ടുണ്ട് ഒരു ലൈനിലെ. അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് കണ്ടുപിടിക്കുക, ചരിവ്. ഓക്കെ, കണ്ടുപിടിച്ച് അടിപൊളിയായിട്ട് പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സ്ലോപ്പ് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നോക്കിയേക്കാം. സ്ലോപ്പിൻ്റെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് പോയിന്റ് നമുക്ക് എ എന്ന് തന്നെ പേര് കൊടുക്കാം കേട്ടോ. എ എന്ന് പറയുന്ന ആള് -1 1 ആൻഡ് ബി 2 7. ഓക്കെ, 2 7. നമുക്ക് ആദ്യത്തത് ഇവന് x1 y1, രണ്ടാമത്തെ ആൾക്ക് x2 y2. എപ്പോഴും മാർക്ക് ചെയ്യുന്ന കാര്യമാണ്, അതങ്ങ് മാർക്ക് ചെയ്ത് തന്നെ പോവാം കേട്ടോ. എങ്ങാനും നമ്മൾ എടുത്ത് എഴുതുമ്പോൾ ചിലപ്പോൾ ആ സമയത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് കോൺഫിഡൻസ് ആണ്, തെറ്റത്തില്ല. ഓക്കെ, സ്ലോപ്പിൻ്റെ ഇക്വേഷൻ ചരിവ് y2 - y1 x2 - x1. y2 എത്രയാണ്? 7 - 1 2 ഇവിടെ x1 എന്ന് പറഞ്ഞാൽ -1 ആണ് കേട്ടോ. 7 - 1 ഈ മൈനസും പ്ലസ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് 6/3. സ്ലോപ്പ് 2 എന്ന് വന്നു. സിമ്പിൾ, കുഴപ്പമില്ല. ഇത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റൈറ്റ് ദി കോർഡിനേറ്റ് ഓഫ് എനി പോയിന്റ് ഓൺ ദിസ് ലൈൻ. ഈ ലൈനിലെ മറ്റൊരു പോയിന്റ് കണ്ടുപിടിക്കാം. ഒന്നില്ലെങ്കിൽ നേരെ സ്ലോപ്പ് വെച്ചിട്ടുള്ള ടോപ്പിക് അല്ലെങ്കിൽ സ്ലോപ്പ് വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ച മെത്തേഡ്, ലൈൻ മാത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ 2 പോയിന്റ്സ് ഉണ്ട്, -1 1 2 7. നമുക്ക് നോക്കിയേക്കാം. എക്സ് എന്ന് പറയുന്നത് -1 എന്നുള്ളത് 2 ആയി. അതായത് -1ൻ്റെ കൂടെ എത്ര കൂട്ടി? -1 കഴിഞ്ഞാൽ 0 1 2. അതായത് എക്സ് 3 കൂട്ടിയപ്പോൾ y എന്ന് പറയുന്നത് 1 എന്നുള്ളത് 7 ആയി. അതായത് 6 കൂടി. എക്സ് എത്രയാണോ കൂടുന്നത് അതിൻ്റെ ഡബിൾ ആയിരിക്കും y കൂടുന്നത്. നമുക്ക് ഇഷ്ടമുള്ള നമ്പർ എടുത്തിട്ട് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ -1 1 എന്ന് പറയുന്ന ഈ ഒരു പോയിന്റ് എടുത്തു. ഈ -1 1ൻ്റെ കൂടെ എനിക്ക് ഇഷ്ടമുള്ളൊരു നമ്പർ -1ൻ്റെ കൂടെ 2 കൂട്ടി. അപ്പോൾ വൈയുടെ കൂടെ 4 കൂട്ടണം. കാരണം എക്സ് എത്രയാണോ കൂട്ടുന്നത് അതിൻ്റെ ഇരട്ടി ആയിരിക്കണം y കൂട്ടേണ്ടത്. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ -1 കഴിഞ്ഞാൽ 2 കൂട്ടുക. അതായത് -1 0 1 1 1 + 4 5 1 5. ഇതിലൊരു പോയിൻ്റാണ്. ഇനി വേറെ പോയിന്റ് കണ്ടുപിടിക്കാം. 1 5 തന്നെ എടുക്കാം. ഓക്കെ, 1ൻ്റെ കൂടെ ഞാനൊരു 2 കൂട്ടി. അപ്പോൾ 5ൻ്റെ കൂടെ അതിൻ്റെ ഇരട്ടി 4 കൂട്ടണം. 3/9. അങ്ങനെ നമുക്ക് ഇപ്പോൾ 2 7ൻ്റെ കൂടെ കൂട്ടണമെങ്കിൽ 2 7ൻ്റെ കൂടെ കൂട്ടാം കേട്ടോ. 2 7ൻ്റെ കൂടെ ഞാനിപ്പോൾ 2ൻ്റെ കൂടെ 3 കൂട്ടി. അപ്പോൾ 7ൻ്റെ കൂടെ എത്ര കൂട്ടണം? അതിൻ്റെ ഡബിൾ, ഇരട്ടി കൂട്ടണം. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ ഓഫ് പോയിന്റ്സ് ഇതേ ലൈനിൽ നമുക്ക് ഇതുപോലെ കണ്ടുപിടിക്കാൻ പറ്റും. കണ്ടീഷൻ എന്താണ്? എക്സ് നമ്മൾ എത്രയാണോ കൂട്ടുന്നത് അതിൻ്റെ ഡബിൾ അഥവാ ഇരട്ടി ആയിരിക്കണം എന്ത് കൂട്ടേണ്ടത്? y കൂട്ടേണ്ടത്. അപ്പോൾ അത് മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അതിൻ്റെ കൂടെയുള്ള ക്വസ്റ്റ്യൻ ആണ് എക്സും 2x + 3യും ഇതിലെ ഒരു ബിന്ദുവാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെയും പല മെത്തേഡിൽ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് അതിൽ സോൾവ് ചെയ്യുന്ന മെത്തേഡ് ഉണ്ട്. നമുക്കിപ്പോൾ സ്ലോപ്പ് ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്, അതേ മെത്തേഡിൽ ചെയ്യാം. ഇപ്പോൾ ഞാൻ 2 പോയിന്റ്സ് എടുക്കുവാണേ. 2 പോയിന്റ്സ് ഇവിടെ ക്വസ്റ്റ്യനിൽ 2 പോയിന്റ്സ് ഉണ്ട്. ഒരാളെടുത്തു 2 7. നമുക്ക് ചെക്ക് ചെയ്യേണ്ട പോയിന്റ് എക്സും
2x plus 3. ഓക്കെ, നേരെ സ്ലോപ്പിൻ്റെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുക. സ്ലോപ്പ് 2 തന്നെ വന്നു കഴിഞ്ഞാൽ ഇതിലെ പോയിന്റ് ആണ്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയേക്കാം സ്ലോപ്പിൻ്റെ ഇക്വേഷൻ. ഇവൻ x1 y1 ഇവൻ x2 y2. ഓക്കെ, സ്ലോപ്പിൻ്റെ ഇക്വേഷൻ എന്താണ്? y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. y2 ദാ 2x plus 3 ആണ്, മൈനസ് y1 7 ഡിവൈഡഡ് ബൈ x2 എത്രയാണ്? x ആണ്, മൈനസ് x1 2 ആണ്. അപ്പോൾ നോക്കിക്കേടാ, 2x മൈനസ് 4 ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2, അതായത് 3 മൈനസ് 7 മൈനസ് 4 ആണ്. ഇവിടെയും 2 ഉണ്ട്, ഇവിടെയും 2 ഉണ്ട്. കോമൺ ആയിട്ടുള്ള 2 ഞാൻ പുറത്തേക്ക് എടുത്താൽ ഇവിടെ നിന്ന് 2 പോയാൽ ബാക്കി ഇവിടെ എക്സ് മൈനസ് ഇവിടെ 2 ഇൻറ്റു 2 ആണ് 4, ഒരു 2 പോയാൽ ബാക്കി ഒരു 2 ഉണ്ട്, ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് 2. ഇവിടെ മേലെയും താഴെയും എക്സ് മൈനസ് 2 പോയാൽ ബാക്കി 2. കറക്റ്റ്, നമുക്ക് സ്ലോപ്പ് തന്നെ വന്നില്ലേ? അതുകൊണ്ട് സ്ലോപ്പ് സെയിം ആയതുകൊണ്ട് എന്ത് പറയാം? യെസ്, എനി നമ്പർ എക്സ്, ദി പോയിന്റ് എക്സും 2x plus 3 ഈസ് ഓൺ ദിസ് ലൈൻ എന്ന് പറയും. കഴിഞ്ഞു. സെക്ഷൻ സി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ആൻഡ് ഓക്കെ, ഇവിടെ എടാ കഴിഞ്ഞിട്ടില്ല കേട്ടോ, സോറി. ഇവിടെ എ പാർട്ട് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനി ഒരു ബി പാർട്ട് കൂടി ഉണ്ട്. അതുകൂടി കഴിയുമ്പോൾ അത് പെട്ടെന്ന് കഴിയും കേട്ടോ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ സി പാർട്ട് കഴിഞ്ഞു. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഓർ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരു സർക്കിൾ ഉണ്ട്, അവൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 10 ആണ്, സെൻറ്റർ എന്ന് പറയുന്നത് ഒറിജിൻ ആണ്. ഓക്കെ, അതായത് ആധാരബിന്ദുവാണ് അവൻ്റെ വൃത്തകേന്ദ്രം. സർക്കിളിൻ്റെ റേഡിയസ് 10 ആണെങ്കിൽ എക്സിനെ കട്ട് ചെയ്യുന്ന ബിന്ദു എത്ര? എക്സിനെ കട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഈ 2 പോയിന്റ്സ് അല്ലേ? ഇത് 10 ആണ് എക്സിൻ്റെ അകലമെങ്കിൽ 10, എക്സ് ആക്സിസിലെ പോയിന്റ് ആണെങ്കിൽ y എന്തായിരിക്കും? 0. ഇവിടേക്കാണെങ്കിൽ -10 അല്ലേടാ, -10 0. ഇതിൽ 2 ഏത് എഴുതിയാലും മാർക്ക് കിട്ടും. നമ്മളോട് ഒരു പോയിന്റ് എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ, റൈറ്റ് കോർഡിനേറ്റ് ഓഫ് പോയിന്റ്. ഓക്കെ, ഒരു പോയിന്റ് പറഞ്ഞിട്ടുള്ളൂ, -10 0 10 0 എഴുതിയാലും ശരിയാണ്. അപ്പോൾ റൈറ്റ് ദി കോർഡിനേറ്റ് ഓഫ് ദി പോയിന്റ്, അത് കഴിഞ്ഞു. ഇനി അടുത്തത് ചെക്ക് വെദർ ദി പോയിന്റ് 5 9 ഇൻസൈഡ് ആണോ ഔട്ട്സൈഡ് ആണോ സർക്കിളിലാണോ? ഈ ഒറിജിൻ എന്ന് പറയുന്നത് 0 0, അതായത് നമ്മുടെ സെൻറ്ററാണ്. ഓക്കെ, സെൻറ്ററിൽ നിന്നും ഈ 10 റേഡിയസ് വന്നു കഴിഞ്ഞാൽ സർക്കിളിലാണെന്ന് പറയാം. സർക്കിളിലാണ് ആ പോയിന്റ്. 10നേക്കാൾ കുറവാണെങ്കിൽ സർക്കിളിനകത്തായിരിക്കും, 10നേക്കാൾ കൂടുതലാണെങ്കിൽ സർക്കിളിന് പുറത്തായിരിക്കും. ഈ 10 എന്ന് പറഞ്ഞാൽ √100 അല്ലേ 10 ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു ബിന്ദു വൃത്തത്തിലെ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് 5 9 ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നോക്കിയാൽ പോരെ. ഒറിജിൻ എന്ന് പറഞ്ഞാൽ 0 0 ആൻഡ് 5 9 തമ്മിലുള്ള അകലം നോക്കുക. അതായത് സെൻറ്ററിൽ നിന്നും റേഡിയസിനേക്കാൾ കൂടുതലാണ് ഇവൻ്റെ ദൂരം കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം കൂടുതലാണെങ്കിൽ പുറത്താണ്, റേഡിയസ് തന്നെ കിട്ടുവാണെങ്കിൽ സർക്കിളിലാണ്, റേഡിയസിനേക്കാൾ കുറവാണെങ്കിൽ സർക്കിളിനകത്താണ്. അപ്പോൾ നമുക്ക് നേരെ നോക്കിയേക്കാം എന്താണ് നമ്മുടെ ഇക്വേഷൻ, ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ. √(x2 - x1) the whole square plus y2 - y1 the whole square ഉണ്ട്. പക്ഷേ ഇവിടെ ഒറിജിൻ ആയതുകൊണ്ട് പെട്ടെന്നൊരു ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, x² + y². ഇത് ചെയ്താൽ മതി. എക്സും വൈയും അറിയാം, 5² + 9² 25 + 81 6 10 106 യൂണിറ്റ്സ് കിട്ടി. ഈ 106 എന്ന് പറഞ്ഞാൽ √100നേക്കാൾ കൂടുതലാണ് അല്ലേ? അപ്പോൾ ഇവൻ എവിടെയായിരിക്കും? ഔട്ട്സൈഡ് ആയിരിക്കും, സർക്കിളിന് പുറത്തായിരിക്കും. അത്രേ ഉള്ളൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് കഴിഞ്ഞല്ലേ, ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ ഇത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇക്വേഷൻ കണ്ടുപിടിക്കാൻ. എടാ ഒറിജിനാണ് സെൻറ്റർ എങ്കിൽ ഇക്വേഷൻ വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. x² + y² = r² ചെയ്താൽ മതി. എല്ലാ ആളുകളെയും ക്വസ്റ്റ്യനിൽ അറിയാം അല്ലേ? x² + y², അതുപോലെ തന്നെ എഴുതി. r എന്ന് പറഞ്ഞാൽ ആരാണ്? 10². ദാറ്റ് ഈസ് x² + y² = 100. ആ +100 ഞാൻ ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുമ്പോൾ -100 ആവും. x² + y² -100 = 0. പെട്ടെന്ന് കിട്ടി. അപ്പോൾ ഇതൊന്നും വലുതായിട്ട് പറയാനില്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്, എല്ലാം സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമുക്ക് സെക്ഷൻ സിയിലും വന്നത്. ആൻഡ് A+ ക്വസ്റ്റ്യൻസ് ആണ്. സിമ്പിളാണെന്ന് കരുതി തെറ്റൊന്നും വരുത്തരുത്, അടിപൊളിയായിട്ട് ശ്രദ്ധിച്ചൊക്കെ തന്നെ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്തു എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത സെക്ഷനായിട്ട് ഉടനെ തന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കേടാ, ഓക്കെ, താങ്ക് യു.